ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വളരെ കരുതലോടുകൂടി നീങ്ങുകയാണ്. നമുക്കറിയാം, ഭവന സന്ദർശനം നടക്കുന്നു, പാത്രം കഴുകുന്നു, മുറ്റം തൂക്കുന്നു, ശുചിമുറികൾ കയറി കഴുകുന്നു. MA ബേബിയും സംഘവും ഒക്കെ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ബസിൻ്റെ മുന്നിലും പിന്നിലും ഒക്കെ പിണറായി വിജയൻ്റെ പടം വെച്ച് ബോർഡുകളെല്ലാം കലാപങ്ങളില്ലാത്ത 10 വർഷം. അപ്പോൾ കലാപങ്ങളില്ലാത്ത 10 വർഷമെന്ന് പറയുമ്പോൾ ഈ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണോ ചിലരൊക്കെ വന്നത് എന്ന് നമുക്ക് സംശയമുണ്ട്. പിന്നെ അതുപോലെ റോഡെല്ലാം റെഡിയായി എന്നൊക്കെ പറഞ്ഞുള്ള ഫ്ലെക്സുകളും ഒക്കെ റോഡിന് ഇരുവശവും നിറഞ്ഞു നിൽക്കുകയാണ്. അതൊക്കെ നല്ല രീതിയിലുള്ള റോഡുകളുടെ സമീപത്ത് മാത്രമാണ് അത്തരത്തിലുള്ള ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. അങ്ങനെ PR വർക്ക് ഒരു വഴിക്കൂടെയും പോകുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ചാണക്യന്മാരിരുന്നു കൊണ്ട് മറ്റു ചില നീക്കങ്ങൾ നടത്തുകയാണ്. BJP ചില ജില്ലകൾ കൂടുതൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ BJP വളരെ സസൂക്ഷ്മമായിട്ട് അവർ നിരീക്ഷിക്കുകയാണ്. ഏത് തരത്തിൽ വോട്ട് സമാഹരിക്കാം, വിജയിച്ചു വരാം എന്നുള്ളതാണ്. ഈ വോട്ട് സമാഹരണം എന്നുള്ളതൊക്കെ മാറി ഇനിയിപ്പോൾ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവർ മുമ്പിൽ കണ്ടിരിക്കുന്നത്. അതാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലും അവർ മുമ്പോട്ട് കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനും മറ്റു പലയിടങ്ങളിലുള്ള വിജയം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാസ്റ്റർ പ്ലാനോടുകൂടിയുള്ള നീക്കമാണ്. ആ മാസ്റ്റർ പ്ലാനിനെ ഒക്കെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് CPM ഒക്കെ മുമ്പോട്ട് വയ്ക്കുന്നത്. ചിലയിടങ്ങളിലൊക്കെ സീറ്റ് വെച്ച് മാറാനൊക്കെ തയ്യാറാകുന്നുണ്ട്. CPIയുടെയും CPMൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. UDFിലുമുണ്ട്, കോൺഗ്രസും ലീഗും ഒക്കെ സീറ്റ് മാറാൻ തയ്യാറാകുന്നുണ്ട്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് കുറേ സീറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. അത് യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നും പറഞ്ഞ് PJ ജോസഫ് അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും താൻ മത്സരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊക്കെ ആ വഴിക്ക് നടക്കുമ്പോൾ ഈ ചിലരെയൊക്കെ ഈ പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാക്കി വെച്ച, വലിയ ഡാമേജ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിലരുണ്ട്, മന്ത്രിമാരുൾപ്പെടെ CPMൽ. നമ്മളെപ്പോഴും അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇപ്പം മുകേഷ് MLA യാതൊരു കാരണവശാലും ഇനിയും സീറ്റ് കൊടുക്കുകയുമില്ല. കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് തന്നെ തോൽവി ഉറപ്പാക്കാവുന്ന ഒരാളായി മുകേഷ് മാറിക്കഴിഞ്ഞു. കൊല്ലത്തുകാർ വേണ്ട എന്ന് വിധി എഴുതി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ചിന്തോ ജെറോം, അതുപോലെ തിരുവനന്തപുരത്തിൻ്റെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ. ഇപ്പൊ ആര്യ രാജേന്ദ്രൻ എവിടാന്ന് അറിയത്തില്ല, ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ബാലുശ്ശേരിയിലോട്ടം കണ്ടോ നാട് കടത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അത് മിക്കവാറും സച്ചിൻ ദേവിന് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും. സച്ചിൻ ദേവ് വീണ്ടും അവിടെ മത്സരിച്ചാൽ ആര്യ രാജേന്ദ്രൻ അവിടെ കാണും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വോട്ട് കൂടി പോകുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട വേറൊരാളാണ് നമ്മുടെ മന്ത്രി ബിന്ദു കൊച്ചമ്മ. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ജയിച്ചു വന്നിരിക്കുന്ന, എവിടെ പോകുമ്പോഴും വീട് തലയിൽ വെച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ മന്ത്രി ബിന്ദു കൊച്ചമ്മ. അത് ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ BJP നോട്ടമിട്ടിരിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. തൃശ്ശൂർ ജില്ലയിൽ അവർ കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂര്, ഇരിങ്ങാലക്കുട, തൃശ്ശൂര്, ഒല്ലൂരൊക്കെയാണ് നോട്ടമിട്ടിരിക്കുന്നത്. വിജയിച്ചില്ലെങ്കിലും അവർക്ക് 2ാം സ്ഥാനത്തെത്താൻ കഴിയുന്ന ഇടമാണ്. അതുകൊണ്ട് ഈ മന്ത്രി ബിന്ദു കൊച്ചമ്മയെ ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കാൻ ഇറക്കുന്നില്ല എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ സീറ്റ് എന്ന് പറയുന്നത് CPIയുടെയാണ്. അത് വെച്ചു മാറാനായിട്ട് ഇപ്പൊ CPIയുമായിട്ട് തയ്യാറെടുക്കുകയാണ്. അവിടെ ബാലചന്ദ്രനാണ്. അപ്പോൾ ഈ ഇരിങ്ങാലക്കുട സീറ്റ്
CPI കൊടുത്തിട്ട് തൃശ്ശൂർ CPM ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമമാണ്. അതുപോലെ ബിന്ദു കൊച്ചമ്മ മത്സരിക്കുന്നില്ലെങ്കിലും കുടുംബത്തിൽ നിന്ന് വേറൊരു MLA ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് ബിന്ദു കൊച്ചമ്മയുടെ കണവന് വിജയരാഘവന് പൊന്നാനിയിൽ നിർത്തുമെന്നാണ് അറിയുന്നത്. കാരണം അവർക്ക് ഈ പാരമ്പര്യമായിട്ട് ആരെങ്കിലുമൊക്കെ MLA MP ആയിട്ട് കുടുംബത്തിൽ ഉണ്ടാകണമെന്നുള്ളതും CPM-ൽ ചിലരുടെ ആവശ്യവും ഒക്കെയാണ്. അവർക്ക് അവകാശപ്പെട്ടതായ കാര്യങ്ങളുമായിട്ടാണ് കാണുന്നത്. ഉന്നത വിദ്യാഭ്യാസം എന്തായാലും ഒരു പരുവത്തിലെത്തിച്ച നമ്മുടെ ഉന്നത മന്ത്രി ബിന്ദു കൊച്ചമ്മയെ അപ്പോൾ ഈ പൊന്നാനിയിൽ നിർത്തുന്നില്ല, പൊന്നാനിയിലല്ല, ഇരിങ്ങാലക്കുടയിൽ ഇറക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കിയിരിക്കുകയാണ്. ഈ 2021 കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടനെയാണ് ഏതാണ്ട് 6000-ഓളം വോട്ടിന് പരാജയപ്പെടുത്തി വിജയിച്ചത്. ഇനിയിപ്പോൾ ബിന്ദു കൊച്ചമ്മ ഇറങ്ങിക്കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടുമെന്നുള്ളതാണ്. അതുമല്ല, ഈ CPM-ന് വലിയ തലവേദന ഉണ്ടാക്കിയ ഒന്നാണ് തൃശ്ശൂരിലെ ജില്ലയിൽ ഈ കരുവന്നൂർ ബാങ്ക് നിൽക്കുന്നത് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലാണ്. ഇതിനൊന്നും കൃത്യമായ വിശദീകരണം കൊടുക്കാനൊന്നും മന്ത്രി ബിന്ദു കൊച്ചമ്മയ്ക്ക് കഴിഞ്ഞിട്ടുമില്ല, കഴിയുകയുമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ സാമ്പത്തിക തട്ടിപ്പ് വിഷയം ഇപ്പോഴും അവിടെ കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അത് ആ മണ്ഡലത്തിൽ CPM-ന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് തന്നെ സുരേഷ് ഗോപി അത് വേണ്ട രീതിയിൽ അത് വോട്ടർമാരുടെ ഇടയിലേക്ക് കൊണ്ടുചെല്ലാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള നേതാക്കളെ പുറത്താക്കേണ്ടി വന്നതും പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പം ഈ ഇരിങ്ങാലക്കുട അങ്ങനെ CPIക്ക് വിട്ടത്. CPIക്ക് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ചാലക്കുടി, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിൽ, തൃശ്ശൂർ പ്രദേശങ്ങളിലൊക്കെ CPIക്ക് അല്പം മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്. ഇപ്പൊ മന്ത്രി സുനിൽകുമാറിനെ പോലുള്ളവർ, മുൻ മന്ത്രിയായിരുന്ന സുനിൽകുമാറിനെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തി അതിൽ CPM പരാജയപ്പെടുത്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതിലവിടെ CPIയുടെ കലി അടങ്ങിയിട്ടില്ലെന്നുള്ളതാണ്. ഈ CPIക്കാർ മത്സരിക്കുന്ന ഒരിടങ്ങളിൽ പോലും CPM പ്രവർത്തകർ അവിടെ പ്രവർത്തിക്കാൻ ഇറങ്ങില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് പണ്ടേ ഉള്ളതാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം, ഇവിടെ മികച്ച സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തും, വമ്പന്മാരെ CPIയിലുള്ളവരെയൊക്കെ നിർത്തും. ഇവിടുത്തെ CPM പ്രവർത്തകരല്ല എവിടെ പോകും? ആറ്റിങ്ങൽ പ്രവർത്തിക്കാൻ പോകും. പണ്ടെന്ന് പറഞ്ഞാൽ ചിറയും കീഴ് പോകുമായിരുന്നു. വർക്കല രാധാകൃഷ്ണനെ, അണ്ണനെ വിജയിപ്പിക്കണമെന്നും പറഞ്ഞ് CPMകാരെല്ലാം അങ്ങോട്ടേക്ക് പോകും. ഈ തൃശ്ശൂരും എന്തായിരുന്നു സംഭവിച്ചത്? തൃശ്ശൂരുള്ളവരെല്ലാം വടകരയ്ക്ക് പോയി, ആലത്തൂര് പോയി. CPMന്റെ വമ്പന്മാരെ വിജയിപ്പിക്കണ്ടേ, ശൈലജയെയും രാധാകൃഷ്ണനെയൊക്കെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് CPMനോട് ചെയ്യുന്ന ഒരു കൊടും ചതി തന്നെയാണ് എല്ലാ കാലത്തും. അപ്പൊ എന്തായാലും മന്ത്രി വിജയരാഘവൻ ഒരുപക്ഷെ തൃശ്ശൂരിലെ കുന്നംകുളത്തോ അല്ലെങ്കിൽ മലപ്പുറത്തെ പൊന്നാനി എന്നീ മണ്ഡലങ്ങളിലാണ് ഉയർന്നു കേൾക്കുന്നത്. ഏതെങ്കിലും ഒരിടത്ത് മത്സരിക്കാനുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അവിടെ പൊന്നാനിയിൽ നിലവിൽ നന്ദകുമാറാണ് അവിടുത്തെ MLA. 2021 കോൺഗ്രസിന്റെ AM രോഹിത്തിനെ 17,000-ലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അപ്പൊ കാലങ്ങളായി CPI മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ഇങ്ങനെ ഇത്തരത്തില് തൃശ്ശൂരും ആയിട്ട് വെച്ചു മാറുന്നത് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷമുണ്ടാക്കുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതുപോലെ നാട്ടിക, കൊടുങ്ങല്ലൂര്, കയ്പമംഗലം എന്നീ മണ്ഡലങ്ങളിൽ CPIക്ക് ഒരു കരുത്തുണ്ടെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. അത് ഇരിങ്ങാലക്കുടയിലും അത് പ്രതിഫലിക്കും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ CPMും CPIയുമായിട്ട് നടത്തുന്നുണ്ട്. BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള വെച്ചുമാറ്റത്തിന് തയ്യാറെടുക്കുന്നതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.